നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ടെഹ്റാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അമേരിക്ക നടത്തുന്ന മറ്റൊരു സന്നാഹം. കരയുദ്ധത്തിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ആരംഭിച്ചോ എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നെന്ന് പറയുന്ന ട്രംപ് തന്നെ അതിശക്തമായ രീതിയിൽ ആക്രമണം നടത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. പശ്ചിമേഷ്യയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് താൻ ആലോചിക്കുന്നുവെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്. എന്നാൽ പിറകെ ട്രംപ് ചെയ്തിരിക്കുന്നത് കടുത്ത ആക്രമണ പദ്ധതികളാണ്. 3 ആംഫിബിയസ് അസോൾട്ട് കപ്പലുകളും ഏകദേശം 2500ഓളം മറൈൻ സൈനികരെയുമാണ് അമേരിക്ക ഈ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പസഫിക് മേഖലയിൽ നിന്നുള്ള 2500 സൈനികരെയും അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിട്ടിരുന്നു. ഇതോടെ മേഖലയിലെ ആകെ അമേരിക്കൻ സൈനികരുടെ എണ്ണം 50,000 കടക്കുമെന്ന് സാരം. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയതിനും മേഖലയിലുടനീളം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നതിനും പിന്നാലെയാണ് വെള്ളിയാഴ്ച ട്രംപ് ഇത്തരമൊരു പോസ്റ്റ് പങ്കുവച്ചത്. എണ്ണവില വർധനയെ തുടർന്ന് അമേരിക്കൻ ഓഹരി വിപണിയിലുണ്ടായ ഇടിവ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയിൽ നിന്നും ഇത്തരം സന്ദേശങ്ങൾ, ഇത്തരം സൂചനകൾ പുറത്തുവിട്ടത്. ഇതിനു പുറകെ കപ്പലുകളിൽ കയറ്റി ഇറാനിയൻ എണ്ണയുടെ മേലുള്ള ഉപരോധം നീക്കുന്നതായും ട്രംപ് പറഞ്ഞു. കുതിച്ചുയരുന്ന എണ്ണവില എങ്ങനെയും പിടിച്ചു കെട്ടുക, ഇത് തന്നെയാണ് ട്രംപിന്റെ ലക്ഷ്യം. 3 ആഴ്ച പിന്നിട്ട ഈ യുദ്ധം ഇനി ശമിക്കുമെന്ന് തോന്നുന്നില്ല. അതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല. ശനിയാഴ്ച ദിവസം പുലർച്ചെയും ഇറാൻ മിസൈലുകൾ വർഷിച്ചതായി ഇസ്രയേൽ അറിയിച്ചു. ഇന്നാകട്ടെ അമേരിക്കയുടെ പോർവിമാനത്തെ തന്നെ വെടിവെച്ചിട്ടു എന്ന് ഇറാനും പറയുന്നു. തങ്ങളുടെ പ്രധാന എണ്ണ പരിവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ മേഖലയിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 20ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്നാണ് സൗദി അറേബ്യ പറയുന്നത്. ഇറാൻ ഭരണകൂടം അവരുടെ പുതുവർഷമായ നൗറൂസ് ആഘോഷിക്കുന്നതിനിടയിൽ വെള്ളിയാഴ്ച ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പുറകെയാണ് ഈ നീക്കങ്ങളെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ജനകീയ മുന്നേറ്റം ലക്ഷ്യമിട്ടും ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ തകർക്കാനുമാണ് യുദ്ധമെന്ന തരത്തിൽ 2 തരത്തിലുള്ള ന്യായീകരണങ്ങൾ അമേരിക്കയും ഇസ്രയേലും നൽകുന്നത്. പക്ഷേ ഇറാന്റെ ഭരണകൂടത്തിനെതിരെ അത്തരമൊരു ജനകീയ വിപ്ലവത്തിന്റെ സൂചനകൾ ഇപ്പോൾ രാജ്യത്തിനകത്ത് കാണുന്നില്ല. യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുമില്ല. പശ്ചിമേഷ്യയിലെ വലിയ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നതായും ലക്ഷ്യത്തോട് നമ്മൾ വളരെ അടുത്തെത്തിയതായും ഒക്കെ ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ കുറിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നു. മേഖലയിൽ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ $200 ബില്യൺ കൂടി യുദ്ധ ഫണ്ടായി ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇറാനിലേക്ക് കരസേനയെ അയക്കാൻ പദ്ധതിയില്ലെന്ന് ട്രംപ് പറയുമ്പോഴും എല്ലാ സാധ്യതകളും തുറന്നിട്ടിരിക്കുകയാണ് ട്രംപ്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പാർക്കുകളും ശത്രുക്കൾക്ക് സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാന്റെ സൈനിക വക്താവ് ജനറൽ അബു ഫൈസൽ ഷക്കേർജി മുന്നറിയിപ്പ് നൽകിയ ഒരു സാഹചര്യം കൂടിയാണിപ്പോൾ. മേഖലയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന ഭീതി കൂടി ഇപ്പോൾ വർദ്ധിക്കുകയാണ്. യുദ്ധം ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ വിജയം കൈവരിക്കാമെന്ന് ട്രംപ് കരുതിയെങ്കിലും കാര്യങ്ങൾ കൈവിട്ടുപോയി ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് അമേരിക്ക എത്തിച്ചെന്ന് നിൽക്കുന്നു. ആഗോള എണ്ണവില കുതിച്ചുയരുന്നതും നാറ്റോ സഖ്യകക്ഷികളെ ഈ യുദ്ധത്തിൽ നേരിട്ട് സഹകരിക്കാതെ മാറി നിൽക്കുന്നതും ട്രംപിനെ ചൂടിപ്പിച്ചു. സഖ്യകക്ഷികളെ ഭീരുക്കളെന്ന് വിളിച്ചുകൊണ്ടാണ് ട്രംപ് ആക്രോശിക്കുന്നത്. മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു ഈ സാഹചര്യം. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊല്ലപ്പെട്ടിട്ടും ഇറാന്റെ ചെറുത്തുനിൽപ്പ് അവസാനിച്ചിട്ടില്ല എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗത്തെ അമ്പരപ്പിച്ചിരിക്കുന്ന വിഷയം. ഗൾഫ് മേഖലയിൽ ഉടനീളം മിസൈൽ ആക്രമണം നടത്തിയും എണ്ണവാതക വിതരണം സ്തംഭിപ്പിച്ചും ഇറാൻ തിരിച്ചടി തുടരുന്നുണ്ട്. ഇതോടെ ലോകം ഇതുവരെ കാണാത്ത വലിയൊരു സാമ്പത്തിക സൈനിക ദുരന്തത്തിലേക്കാണ് പശ്ചിമേഷ്യ നീങ്ങുന്നത്. ആണവ കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യമിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ ഒരു മഹാദുരന്തത്തിന് വഴിവെക്കുമെന്നാണ് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മുന്നറിയിപ്പ്. നിലവിലെ കണക്കനുസരിച്ച് ഇറാനിൽ മാത്രം 1500-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അമേരിക്കയിലും ഇസ്രയേലിലും അയൽരാജ്യങ്ങളുമായി നിരവധി ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു. പശ്ചിമേഷ്യയിലെ ഈ രക്തരൂക്ഷിതമായ പോരാട്ടം ആഗോള സമ്പദ്വ്യവസ്ഥയെയും അതുപോലെ തന്നെ എണ്ണ വിപണിയെയും വലിയ തോതിൽ തന്നെ ബാധിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇനിയുള്ള മണിക്കൂറുകളിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങളെക്കുറിച്ച് തന്നെയാണ്. ഏത് രീതിയിലായിരിക്കും ഈ യുദ്ധം മുന്നോട്ട് പോവുക എന്നുള്ളത്. ഇപ്പുറത്ത് ഇസ്രയേലിലാകട്ടെ അതിശക്തമായ രീതിയിൽ ആക്രമണ പരമ്പരകളുമായി മുന്നോട്ട് പോകുന്നു. ഇസ്രയേലിലെ ന്യൂക്ലിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനടുത്ത് തന്നെ മിസൈലുകൾ തീമഴ പെയ്യിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്നു. ഡിമോണിയിലടക്കം മിസൈലുകൾ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റുമെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ ചൂണ്ടിക്കാണിക്കുന്നത്. ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് ആദ്യം അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. മൗനം പാലിച്ച് അമേരിക്ക മുന്നോട്ട് നീങ്ങേണ്ട സാഹചര്യം. അമേരിക്കയുടെ F-15 യുദ്ധവിമാനമാണ് തകർത്ത് തരിപ്പണമാക്കിയെന്ന് ഇറാൻ അവകാശപ്പെടുന്നത്. അത് തകർത്തതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹോർമുസിന്റെ തെക്കൻ തീരത്ത് വെച്ചാണ് വ്യോമ പ്രതിരോധ സംവിധാനം വിമാനം തകർത്തതായി ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത്. ഇക്കാര്യത്തിൽ അമേരിക്കയോ ഗൾഫ് രാജ്യങ്ങളോ ഇതുവരെയും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല.
നേരത്തെയും അമേരിക്കയുടെ F-35 പോർമുന ഇറാൻ ആക്രമിച്ച് തകർത്തു എന്നും US-ന്റെ ഈ വിമാനം ആക്രമിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് ഇറാനെന്നും അവർ അവകാശപ്പെട്ടിരുന്നു. F-15 നേർക്ക് നടത്തിയ ആക്രമണം തന്നെയാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിടുന്നതിന് മുന്നേ തന്നെ വിമാനം ഒരു മിസൈൽ വിക്ഷേപിച്ചെന്നും റിപ്പോർട്ടിലൂടെ പറയുന്നുണ്ട്. എന്നാൽ വിമാനത്തിന്റെയോ അതല്ലെങ്കിൽ ഇത് വന്ന് പതിച്ചതിന്റെയോ പൈലറ്റിന്റെയോ ഒന്നും തന്നെ ചിത്രങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ പുറത്തു വന്നിട്ടില്ല. നേരത്തെയും F-15 യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അന്ന് പൈലറ്റ് വീഴുന്നതിൻ്റെയും വിമാനം വീഴുന്നതിൻ്റെയും ഒക്കെ തന്നെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഫെബ്രുവരി 28 ആരംഭിച്ച ഇറാൻ അമേരിക്ക ഇസ്രയേൽ സംഘർഷം 3 ആഴ്ച പിന്നിട്ട് 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് തന്നെയാണ് കൈവിട്ടു പോയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളൊക്കെ തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയൊരു സാഹചര്യം കൂടിയാണിത്. ഏറ്റവും വലിയ പവർ പ്ലാന്റിൽ നിന്നായിരിക്കും ആക്രമണം തുടങ്ങുക എന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്തിലൂടെ കുറിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനുള്ള മറുപടി എന്ന രീതിയിൽ തങ്ങളുടെ ഊർജ്ജ സംവിധാനങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ മേഖലയിലെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഊർജ്ജ സാങ്കേതിക വിദ്യ ശുദ്ധീകരണ പ്ലാന്റുകളൊക്കെ തന്നെ ലക്ഷ്യമിടുമെന്ന് ഇറാൻ സൈനിക വക്താക്കളും പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷം അങ്ങനെ അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇസ്രയേലിലെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന നെഗേവ് മരുഭൂമിയിലെ ഡിമോണ, അറാദ് എന്നീ നഗരങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ മിസൈൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. മേഖലയിലൊക്കെ തന്നെ ആണവ യുദ്ധഭീതി ഉയർന്നിരിക്കുന്ന സാഹചര്യം. അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഡിമോണയിൽ മിസൈലുകൾ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് കഴിയുന്നില്ലെങ്കിൽ അത് യുദ്ധത്തിന്റെ തന്നെ ഗതി മാറ്റിയെടുക്കുമെന്നാണ് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് മുന്നറിയിപ്പ് കൊടുത്തത്. അറാദിലുള്ള നേരിട്ടുള്ള മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ 64 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഡിമോണിയിൽ നിന്നും വെറും 20 കിലോമീറ്റർ അകലെയാണ് ഇസ്രയേലിന്റെ ആണവ ഗവേഷണ കേന്ദ്രം എന്നതാണ് ഈ നീക്കത്തിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായിട്ടുള്ള നതാൻസിലുണ്ടായ ആക്രമണം അതിനുള്ള തിരിച്ചടി എന്ന രീതിയിലാണ് ഇറാൻ ഇപ്പോഴിങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. നതാൻസിൽ റേഡിയേഷൻ ചോർച്ചയില്ലെന്ന് ഇറാൻ സ്ഥിരീകരിച്ചെങ്കിലും സ്ഥിതിഗതികൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഇസ്രയേലിലെ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന മേഖല കൂടിയാണ് ഡിമോണ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള ജൂതരാണ് ഇവിടെ താമസക്കാരായിട്ടുള്ളതിൽ ഏറെയും. ഏകദേശം 7500 ജൂതർ ഇവിടെ താമസിക്കുന്നതാണ് കണക്കാക്കുന്നത്. ഹീബ്രു ഭാഷയ്ക്കൊപ്പം മറാഠിയും സ്വാഭാവികമായി സംസാരിക്കുന്ന ഡിമോണിയിൽ ഗുലാബ് ജാമുൻ, ഭേൽപൂരി എന്നിവയൊക്കെ തന്നെ വിൽക്കുന്ന സാധാരണ ഒട്ടനവധി കച്ചവടക്കാർ കൂടിയുണ്ട്. ക്രിക്കറ്റിനും ഇന്ത്യൻ സിനിമയ്ക്കും സംഗീതത്തിനുമൊക്കെ തന്നെ ഏറെ ആരാധകരുള്ള ഒരു മേഖല. ഇവിടെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഡിമോണ ലക്ഷ്യമാക്കി വന്ന മിസൈൽ തടയാനാകാത്തത് ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിലൊന്നായി ഡിമോണയെ നോക്കിക്കണ്ടിരുന്നു. റഡാർ സംവിധാനങ്ങൾ, ഇന്റർസെപ്റ്ററുകൾ തുടങ്ങി ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്ന മേഖല. ഇതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് ഇറാന്റെ മിസൈൽ ഡിമോണയിൽ വന്ന് പതിച്ചിരിക്കുന്നത്. സൈന്യത്തെയും അതുപോലെ തന്നെ ഭരണകൂടത്തെയും ഏറെ അസ്വസ്ഥമാക്കുന്ന ഒരു സാഹചര്യം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും വീഴ്ച പരിഹരിക്കാനുള്ള കാര്യങ്ങൾ അത് സംഭവിച്ചതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുമെന്നുമാണ് ഇസ്രയേൽ പറയുന്നത്. അവിടുത്തെ ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം ബങ്കറുകളിൽ സുരക്ഷിതരായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്രമണത്തിൽ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷെൽട്ടറുകളിലേക്ക് മാറുന്നതിനിടയിലാണ് പലർക്കും പരിക്ക് സംഭവിച്ചത്. ഇസ്രയേലിന്റെ ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മേഖല കൂടിയായ ഡിമോണ ഈ നഗരത്തെ ഇറാൻ ലക്ഷ്യമിട്ടതിനുള്ള കാരണവും മറ്റൊന്നും തന്നെയല്ല. 10 കിലോമീറ്റർ അകലെയാണ് ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആണവ ഗവേഷണ കേന്ദ്രത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതായുള്ള റിപ്പോർട്ടൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും അതിനെക്കുറിച്ചുള്ള അറിവ് പങ്കുവച്ചിട്ടില്ല. ഇസ്രയേലിന്റെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപത്തുള്ള ഈ ആക്രമണം യുദ്ധത്തെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ട് എത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതേസമയം ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടികൾ ശക്തമാക്കുന്ന അമേരിക്കയുടെ മുന്നറിയിപ്പുകൾക്കിടയിൽ ബ്രിട്ടന്റെ ആണവ അന്തർവാഹിനിയായിട്ടുള്ള HMS ആൻസൺ അറബിക്കടലിലെത്തിയെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. മാർച്ച് 6 ഓസ്ട്രേലിയൻ നഗരമായിട്ടുള്ള പെർത്തിൽ നിന്നും പുറപ്പെട്ട അന്തർവാഹിനി ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള വടക്കൻ അറബിക്കടലിൽ നിലയുറപ്പിക്കുമെന്നാണ് കരുതുന്നത്. 1600 കിലോമീറ്റർ പരിധിയുള്ള ടൊമഹോക്ക് മിസൈലുകളും ടോർപിഡോകളും ഈ അന്തർവാഹിനിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇറാന് നേരെ ആക്രമണം നടത്താൻ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയെ അനുവദിക്കാമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സമ്മതിച്ചതിനു പുറകെയാണ് ഈ നീക്കം സംഭവിച്ചത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ ഊർജ്ജ സംസ്കരണ കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ നാശമുണ്ടാക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ ഖാലിബാഫ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എക്സിലൂടെയായിരുന്നു ഈ പ്രതികരണം. ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനകം തുറന്നു കൊടുത്തിരിക്കണം. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ അതല്ലെങ്കിൽ ആക്രമിക്കുമെന്ന ഭീഷണി ട്രംപ് മുഴക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്.